നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ശ്രദ്ധേയയായ ആളാണ് ജാൻമണി ദാസ്. മലയാളികൾക്ക് ജാൻമണി സുപരിചിതയാകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഷോയിലെത്തി ശ്രദ്ധിക്കപ്പെട്ട താരം അവതാരക രഞ്ജിനി ഹരിദാസിന്റെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇപ്പോഴിതാ മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസിനൊപ്പമുള്ള അനുഭവം പങ്കുവച്ച് ഡാൻസർ കൽപ്പന രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നടി അർച്ചന സുശീലിന്റെ ചേച്ചിയാണ് കൽപ്പന. ജാൻമണിയെ അബുദാബിയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് കൽപ്പന ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രഞ്ജിനി ഹരിദാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു താരം സംസാരിച്ചത്. ജാൻമണിയെ അബുദാബിയിൽ ഷോയിൽ ഞാൻ കൊണ്ടുപോയിരുന്നു. മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടായിരുന്നു കൊണ്ടുപോയത്. എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ഷോയായിരുന്നു. ഷോയ്ക്ക് മുൻപോ ശേഷമോ എനിക്ക് കറങ്ങാനോ മാളുകളിൽ പോകുവാനോ ഇഷ്ടമായിരുന്നില്ല. പ്രാക്ടീസ് ചെയ്ത് റൂമിൽ വരിക, ഉറങ്ങുക എന്നതായിരുന്നു എൻ്റെ ഇഷ്ടം. എന്നാൽ ജാൻമണിക്ക് പുറത്തു പോകണമായിരുന്നു. ഞാൻ വൈകിട്ട് പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോൾ ജാൻമണി റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. നെയിൽ പോളിഷും മേക്കപ്പും എല്ലാം ഇട്ടു ടൈറ്റായ നീല വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. താല്പര്യമില്ലാഞ്ഞിട്ടും ഞാൻ കൂടെ പോയി. ഞാനാണ് ക്യാമറമാൻ. എൻ്റെ മൊബൈലും എടുത്ത് അവളുടെ പിറകെ പോവുകയായിരുന്നു. അവൾ ഓടി പഴയ സിനിമയിലെ ശ്രീദേവിയെ പോലെ പോസ് ചെയ്യുകയായിരുന്നു. ആളുകൾ ശ്രദ്ധിക്കുന്നതിൽ ജാൻമണിക്ക് അപ്പോൾ സന്തോഷമുണ്ടായിരുന്നു. കോഫി ഷോപ്പിൽ കയറി കോഫി കുടിക്കണമെന്ന് അവൾ പറഞ്ഞു. റൂമിൽ പോയി ഓർഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ അവൾ കേട്ടില്ല. ഞാൻ കോഫി എടുക്കാൻ പോവേ കൽപ്പന രക്ഷിക്കൂ എന്ന് പിറകിൽ നിന്ന് ഒരു വിളി വന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ 2 അറബികൾ അവളെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു. കാറിൽ കുത്തിക്കയറ്റി ഫുൾ സ്പീഡിൽ കാറ് പോയി. കാറിന്റെ പിന്നിൽ പോയി ഞാൻ തടഞ്ഞു നിന്നെങ്കിലും എന്നെ പിടിച്ച് മാറ്റി. ഞാൻ കരഞ്ഞ് കോലം കെട്ടു. ഞാൻ ഷോ ഓർഗനൈസറെ വിളിച്ചു. എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ആരോ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുവാൻ എത്തി. പോലീസുകാർ തന്നെയായിരുന്നു കൊണ്ടുപോയതെന്ന് പിന്നീടാണ് അറിയുന്നത്. ആൾമാറാട്ടത്തിനാണ് അറസ്റ്റ് ചെയ്തത്. ജാൻമണിയുടെ പാസ്പോർട്ടിൽ പുരുഷൻ എന്നാണ് ഉള്ളതെന്ന് കൽപ്പന പറയുന്നുണ്ട്. അതേപോലെ തന്നെ നേരത്തെ ജാൻമണി തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കിട്ട ഒരു വീഡിയോയിൽ ജാൻമണി നേരിട്ട ഒരു ഞെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ചും തുറന്നു പറയുകയുണ്ടായി. തന്നെ ഒരാൾ കയറി പിടിച്ചെന്നാണ് ജാൻമണി വിഷമത്തോടെ രഞ്ജിനി ഹരിദാസിനോട് പറയുന്നത്. ഇന്നലെ ഒരാൾ എന്നെ പീഡിപ്പിക്കാൻ നോക്കി. എൻ്റെ ഡ്രസ്സിലെ പൂക്കൾ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ നെഞ്ചത്താണ് അയാൾ കയറി പിടിച്ചത്. ഒരു കിളവനാണ് അത്. ഒരടി കൊടുത്തിട്ട് അയാളുടെ ഭാര്യയെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ചു പറഞ്ഞു. എങ്ങനെയാണ് ആന്റി നിങ്ങൾ ഇയാളുടെ കൂടെ ജീവിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അയാൾക്ക് കൊച്ചുമക്കൾ വരെയുണ്ട്. ഷോക്കിംഗ് ആയിപ്പോയി ഞാൻ. വിയർത്തു പോയി ഞാൻ. ഇതെല്ലാം ചെയ്തിട്ട് അയാൾ ഓടി മുറിയിൽ കയറി വാതിലടച്ചു. വീട്ടിൽ ഭാര്യയുണ്ട്. പിന്നെ എന്തിന് പുറത്തുപോയി ആൾക്കാരെ കയറി പിടിക്കുന്നത് എന്നായിരുന്നു ജാൻമണിയുടെ വാക്കുകൾ. പോലീസിൽ പരാതി കൊടുത്തില്ലേ എന്നായിരുന്നു ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടിയ രഞ്ജിനി ഹരിദാസ് ചോദിച്ചത്. അയാൾക്ക് ഭാര്യയും മക്കളുമില്ലേ? സിമ്പതി വീണു. അവർ കരച്ചിലായിരുന്നു എന്നായിരുന്നു ജാൻമണിയുടെ മറുപടി. ജാൻമണിയെ കയറി പിടിക്കാൻ ധൈര്യമുള്ളവനാണ് കേട്ടോ. ഇത് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമൊന്നുമല്ല. കിളവനായാലും കൊച്ചുകുട്ടിയായാലും ഇത്രയും ഫ്രസ്ട്രേഷൻ ഉള്ള സമൂഹത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഇതൊന്നും ചിരിച്ചു കളയേണ്ട വിഷയമല്ല. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം എന്നാണ് ജാൻമണിയോട് രഞ്ജിനി ഇത് കേട്ടിട്ട് പറഞ്ഞത്. അതേസമയം അസമിൽ നിന്ന് കേരളത്തിൽ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത വ്യക്തിയാണ് ജാൻമണി ദാസ്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം ട്രോളുകൾ നേരിടുന്ന ജാൻമണി അത്തരം പരിഹാസങ്ങൾ തന്നെ ബാധിക്കാറില്ലെന്നും മറിച്ച് അതെല്ലാം ആസ്വദിക്കാറുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതും രഞ്ജിനി ഹരിദാസിന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയായിരുന്നു ജാൻമണി പ്രതികരണം നടത്തിയത്. ട്രോളുകളൊന്നും എനിക്ക് കുഴപ്പമില്ല. അത് നല്ലതല്ലേ? ഞാൻ ആസ്വദിക്കാറുണ്ട്. നമ്മൾ ചിരിച്ചും കളിച്ചും ജീവിക്കണം. അടുത്ത തവണയാകുമ്പോഴേക്കും അതൊക്കെ മറന്നു പോകും. അന്തരിച്ച നടൻ കൊച്ചുപ്രേമന്റെ പേരിൽ തന്നെ കളിയാക്കുന്നതിനെ കുറിച്ചും താരം പ്രതികരിച്ചിരുന്നു. കൊച്ചുപ്രേമൻ എന്ന് വിളിച്ചാണ് എന്നെ എല്ലാവരും പരിഹസിക്കുന്നത്. അദ്ദേഹം ഒരു മികച്ച കലാകാരനായിരുന്നു. പക്ഷെ ചില ട്രോളുകൾ അദ്ദേഹത്തെ തന്നെ അപമാനിക്കുന്ന തരത്തിലേക്ക് പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബം അത് കാണാറില്ലേ എന്ന് എനിക്ക് തോന്നും എന്നാണ് ജാൻമണി ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിരുന്നത്. കേരളം വിടാൻ തനിക്ക് യാതൊരു പദ്ധതിയും ഇല്ലെന്നും ജാൻമണി അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. കേരളം വിട്ട് ബാംഗ്ലൂരിലേക്ക് പൊക്കൂടെ എന്ന് പലരും കമന്റുകളിലൂടെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ ബാംഗ്ലൂർക്കാരിയല്ല, ഞാൻ ആസാമിയാണ് എന്നുമായിരുന്നു താരം പറഞ്ഞത്.